സംസ്ഥാന സർക്കാരിന് 2022-23 വർഷങ്ങളിലെ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. 24-ൽ നിന്ന് എസ് വിജയകുമാർ, ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, VA ഗിരീഷ്, അഭിലാഷ് V എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം സമ്മാനിച്ചത്. മാധ്യമമേഖലയിലെ മികച്ച സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾക്ക് 24-ൽ നിന്ന് 2022-23 വർഷങ്ങളിലായി 4 പേരാണ് അർഹരായത്. വാർത്താമഴയുടെ അവതരണത്തിലൂടെ 2022-ലെ മികച്ച അവതാരകനായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് വിജയകുമാർ മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. വിഷയങ്ങളിലെ അവതാരകന്റെ വ്യക്തതയും സമചിത്തതയും മികച്ചത്. പ്രേക്ഷകർക്ക് പരമാവധി 2023-ലെ മികച്ച വാർത്താവതാരകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉന്മേഷ് ശിവരാമൻ, മികച്ച TV ന്യൂസ് റിപ്പോർട്ടർ VA ഗിരീഷ് എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഉന്മേഷ് ശിവരാമൻ 24 ന്യൂസ്, VA ഗിരീഷ് 24 ന്യൂസ്. അംഗീകാരമില്ലാത്ത അന്യസംസ്ഥാന നഴ്സിംഗ് കോളേജുകളിലെ തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തയാണ് VA ഗിരീഷിനെ അവാർഡിന് അർഹമാക്കിയത്. വെള്ളായണിക്കായലിന്റെ മനോഹരമായ ദൃശ്യാവിഷ്കാരത്തിന് ക്യാമറ വിഭാഗത്തിൽ സീനിയർ ക്യാമറമാൻ V അഭിലാഷും പുരസ്കാരത്തിന് അർഹനായി. അഭിലാഷ് V 24 ന്യൂസ്. മാധ്യമങ്ങൾ ഇടതുവിരുദ്ധത പിന്തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഇടതുപക്ഷത്തിനെതിരെ നിലകൊണ്ടാൽ ഏത് വർഗീയതയും ശുദ്ധമാകുമെന്നാണ് മാധ്യമങ്ങളുടെ ഭാഷ. മാധ്യമപ്രവർത്തകർ വർഗീയതയെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും മുഖ്യമന്ത്രി. ആ ഭൂതകാലത്തെ അനുകരിക്കും വിധത്തിൽ തന്നെയാണ് വർത്തമാനവും എന്ന് തോന്നുന്നു. ആ വിധത്തിലാണ് രാജ്യത്തെ മാധ്യമരംഗത്തിൻ്റെ അവസ്ഥ. സംഘപരിവാർ നയങ്ങളോട് വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും നയമെന്ന് കാണാൻ കഴിയും. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെയാണെന്ന് എഴുതാൻ പോലും മടിക്കുന്നവയായി മലയാളത്തിലെ ചില മുൻനിര പത്രങ്ങൾ പോലും മാറി വരുന്നു. ചടങ്ങിൽ 2021, 22, 23 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. KG പരമേശ്വരൻ നായർ, ഏഴാച്ചേരി രാമചന്ദ്രൻ, N അശോകൻ എന്നിവരാണ് കേസരി പുരസ്കാരങ്ങൾക്ക് അർഹരായത്. 24 തിരുവനന്തപുരം.